ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീഷ്മ. നവരാത്രിയുടെ 6ാമത്തെ ദിവസം നമ്മൾ ദുർഗാദേവിയെ കാത്യായനിയായിട്ടാണ് ആരാധിക്കുന്നത്. ദുർഗാദേവിയെ കാത്യായനി എന്ന രൂപത്തിൽ പൂജിക്കുന്നതിന് പിന്നിലുള്ള കഥയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, പിന്നെ ബെൽ ഐക്കോൺ പ്രസ് ചെയ്യൂ. പണ്ട് കാലത്ത് കാത്യായൻ എന്ന പേരിൽ ഒരു ഋഷിമുനി ഉണ്ടായിരുന്നു. കാത്യായൻ ഋഷി പാർവതി ദേവിയുടെ വളരെ വലിയ ഭക്തനായിരുന്നത്രേ. പാർവതി ദേവി തൻ്റെ മകളായി ജനിക്കണമെന്ന വലിയ ആഗ്രഹമായിരുന്നു ഋഷിക്ക്. അതിനുവേണ്ടി രാത്രിയും പകലും ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നത്രേ. അതേ കാലത്ത് തന്നെ മഹിഷാസുരൻ എന്ന ഒരു രാക്ഷസനുണ്ടായിരുന്നു. ഒരു രാക്ഷസൻ്റെയും രാജകുമാരിയുടെയും മകനായിരുന്നു മഹിഷാസുരൻ. രാജകുമാരിക്ക് ഒരു ശാപമുണ്ടായിരുന്നു. രാജകുമാരി ഒരു പോത്തിൻ്റെ രൂപമായി മാറും എന്നതായിരുന്നു ശാപം. അതുകൊണ്ട് മഹിഷാസുരൻ പകുതി പോത്തിൻ്റെ രൂപവും പകുതി മനുഷ്യൻ്റെ രൂപവുമായിരുന്നു. മഹിഷാസുരൻ സ്വർഗലോകത്ത് പോയിട്ട് ദേവന്മാരെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങും. ദേവന്മാർക്കൊക്കെ മഹിഷാസുരൻ്റെ ശല്യം സഹിക്കാൻ പറ്റാതെയായി. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി ദേവി ശക്തിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദേവി തന്നെ മഹിഷാസുരൻ്റെ ശല്യം ഇല്ലാതാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചു. ദേവന്മാരുടെ പ്രാർത്ഥന കണക്കിലെടുത്തുകൊണ്ട് ദേവി മഹിഷാസുരനെ വധിക്കാൻ വേണ്ടി ഭൂമിയിൽ കാത്യായൻ ഋഷിയുടെ മകളായി ജന്മമെടുക്കും. കാത്യായന മഹർഷിയുടെ മകളായി ജനിച്ചതുകൊണ്ട് ദേവിക്ക് കാത്യായനി എന്ന് പേര് വരും. വളരെ സുന്ദരിയായ പെൺകുട്ടിയായി ദേവി വളർന്നു വന്നു. അങ്ങനെ ഒരു ദിവസം ചണ്ട മുണ്ട എന്ന 2 രാക്ഷസന്മാർ കാത്യായനെ കാണുകയും മഹിഷാസുരൻ്റെ അടുത്ത് പോയി കാത്യായനിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്യും. അങ്ങനെ മഹിഷാസുരൻ ദുന്ദുഭ എന്ന ഒരു രാക്ഷസനെ കാത്യായനിയുടെ അടുത്ത് അയക്കുമത്രേ, മഹിഷാസുരനെ വിവാഹം കഴിക്കാനുള്ള സന്ദേശവുമായിട്ട്. അപ്പോൾ കാത്യായനി പറയും, നമുക്ക് ഇവിടെ ഒരു ചടങ്ങുണ്ട്. വിവാഹം കഴിക്കാൻ വരുന്ന വരൻ എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കണം. എന്നാൽ മാത്രമേ ഈ വിവാഹം നടക്കുകയുള്ളൂ. അങ്ങനെ കാത്യായനിയും മഹിഷാസുരനും തമ്മിലുള്ള യുദ്ധം നടക്കും. ഈ യുദ്ധത്തിൽ കാത്യായനി മഹിഷാസുരനെ സംഹരിക്കും. അതുകൊണ്ടാണത്രേ ദേവിക്ക് മഹിഷാസുരമർദിനി എന്നുകൂടി പേര് വന്നത്. നവരാത്രിയുടെ 6ാം ദിവസത്തെ നിറം പച്ചയാണ്. ഇത് പ്രകൃതിയുടെ പച്ചപ്പിനെയും തുല്യതയെയും സ്മരിക്കുന്നു. ഇനി നവരാത്രിയുടെ 7ാം ദിവസത്തെ കഥയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. താങ്ക് യു.